മൂന്നാം നൊമ്പരം, അതാണ് ഈ പടത്തിൻ്റെ പേര്. ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഒരു മഹാപുരോഹിതൻ, അതാണ് എൻ്റെ കഥാപാത്രം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ടൈറ്റിൽ തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ഒരു ബൈബിൾ സ്റ്റോറിയാണ്, ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. മലയാളത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളായി ഒരു ബൈബിൾ കഥ നമ്മൾ കണ്ടിട്ട്. ആ ഒരു മതവിഭാഗത്തിൻ്റെ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു ബൈബിൾ സ്റ്റോറി വരിക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് കാണാൻ വേണ്ടി ആൾക്കാർ വരും. ഇത് ഒരു കമേഴ്ഷ്യൽ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബൈബിൾ സ്റ്റോറിക്ക് കമേഴ്ഷ്യൽ ആക്കുന്നതിന് ലിമിറ്റുണ്ട്. അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ ഫുൾ ബൈബിളിൻ്റെ ഒരു ചെറിയൊരു എലിമെൻറ്റ്, അതായത് ചെറുപ്പത്തിലെ തന്നെ ജീസസ് എന്ന കഥാപാത്രത്തിൻ്റെ ഒരു തിരോധാനവും അദ്ദേഹത്തെ കാണാതെ വീഴുന്നതും, അത് കഴിഞ്ഞ് 12ാമത്തെ വയസ്സിൽ ജീസസും മേരിയും ഈ പറയുന്ന അവരുടെ കൊച്ചുകുട്ടിയെ തിരിച്ചെടുക്കുന്നതും കാണുന്നതും ഒക്കെ ആ ഒരു എലിമെൻ്റുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ സിനിമ ഫാദർ ജോഷി അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ വലിയ താരങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിനകത്തെ താരം എന്ന് പറയുന്നത് കഥ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കാണാൻ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, വിശ്വാസികളുണ്ട്. അവരിത് കാണും, ഏറ്റെടുക്കും. തിയേറ്ററുകളിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? തിയേറ്ററിലെത്തുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 26. വലിയ താരമൂല്യമുള്ള സിനിമ റിലീസ് ചെയ്യുന്ന പോലെ ഒരു 150 or 500 തിയേറ്ററൊന്നും റിലീസ് ചെയ്യുന്നില്ല. വളരെ ചുരുങ്ങിയ തിയേറ്ററുകളിൽ ചുരുങ്ങിയ ഷോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നതാണ് അഭ്യർത്ഥന. പടത്തെ എല്ലാ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച്.